14 വർഷത്തെ ഗവേഷണ പരീക്ഷണങ്ങൾക്ക് ശേഷം ദക്ഷിണ കൊറിയ 2008-ൽ തുറന്ന മാഗ്ലെവ് ട്രെയിൻ സംവിധാനമാണ് കൊച്ചി മെട്രോ കടം കൊള്ളാൻ പോകുന്നത്. സ്ഥിരം കാന്തം ഉപയോഗിച്ചും വൈദ്യുത കാന്തം ഉപയോഗിച്ചും പ്രവർത്തിക്കുന്ന രണ്ടു തരം സാങ്കേതിക വിദ്യകൾ മാഗ്നറ്റിക് ലെവിറ്റേഷൻ അഥവാ മാഗ്ലെവ് ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. കാന്തിക ശക്തി ഉപയോഗിച്ച് പാളത്തിൽ തൊടാതെ അതിന് തൊട്ടുമുകളിലൂടെ ട്രെയിൻ മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്യുന്നത്. 581 കിലോമീറ്റർ വരെ വേഗത്തിൽ പോകാൻ മാഗ്ലെവ് ട്രെയിനിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുഗതാഗത സംവിധാനത്തിൽ സാധാരണ 100 കിലോമീറ്റർ വേഗത്തിലാണ് മാഗ്ലെവ് ട്രെയിനിന്റെ യാത്ര. സുരക്ഷയെ കരുതിയാണ് വേഗത കുറയ്ക്കുന്നത്. നിർമ്മാണ ചെലവ് കുറയ്ക്കാൻ സാധിക്കുമെന്നതാണ് മുഖ്യ സവിശേഷത. മാഗ്ലെവ് സംവിധാനം സ്ഥാപിക്കുന്നതിനുള്ള ചെലവ് 1 കിലോമീറ്ററിന് 508 കോടി രൂപയിലേക്ക് കുറയ്ക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങൾ ഇന്ന് വിവിധ രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. ലോക്കോ പൈലറ്റിനെ ഒഴിവാക്കി കമ്പ്യൂട്ടർ നിയന്ത്രിതമായി ട്രെയിൻ ഓടിക്കാൻ കഴിയും. ട്രെയിനിനേക്കാളും ചിറകില്ലാത്ത എയർക്രാഫ്റ്റ് എന്ന വിശേഷണമാണ് മാഗ്ലെവിന് ചേരുന്നത്. ട്രെയിനിനുള്ളിൽ തന്നെ യാത്രക്കാർക്ക് അറിയിപ്പുകൾ നൽകാൻ സാധിക്കും. മോശം കാലാവസ്ഥ മാഗ്ലെവിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ല. സാധാരണ ട്രെയിനിനെ അപേക്ഷിച്ച് അറ്റകുറ്റപ്പണി കുറവാണ്. ട്രെയിനിന്റെ വേഗതയോ യാത്ര ചെയ്യുന്ന ദൂരമോ അല്ല, പ്രവർത്തിക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കി